നമസ്കാരം സഖാവേ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, തിരിഞ്ഞു കിടന്നോളൂ. കൈക്കെടുത്താ പോരെ? ചെറിയൊരു ധൈര്യക്കുറവുണ്ടേ. പേടിക്കാതെ തിരിഞ്ഞു കിടക്കണോ. പേടിക്കണ്ട, ജസ്റ്റ് ഒരു പാമ്പ് കടിക്കുന്ന ഫീൽ ഉണ്ടാവുള്ളൂ. സിസ്റ്റർക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? ഇതൊന്നും ഇല്ലാതെയാണോടോ രാവിലെ സമരത്തിനിറങ്ങി പുറപ്പെട്ടെ? അതല്ലേ പറഞ്ഞേ ലേശം ധൈര്യക്കുറവുണ്ടെന്ന്. നിന്റെ ഈ സ്വഭാവം ഇതിൽ മാറ്റാറായില്ലേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇടാ നീ സമ്മതിക്കണ്ടേ? എണീറ്റ പാട എന്നെ വിളിച്ചോണ്ട് പോന്നല്ലേ തല്ലുകൊള്ളാൻ. നിന്റെ കൂടെ നടന്ന് തല്ലുകൊണ്ട് തീരാനായിരിക്കും എന്റെ വിധി. ഇതാ പറയുന്നത്, നിനക്ക് പ്രായോഗിക രാഷ്ട്രീയം അറിയില്ലെന്ന്. എടാ, പോലീസുകാരുടെ തല്ല് കൊള്ളാണ്ട് ആരെങ്കിലും ഇതുവരെ നേതാവായിട്ടുണ്ടോ? നീ നോക്കിക്കോ, ഈ ഒരൊറ്റ സമരത്തിന്റെ പേരിൽ അടുത്ത ഇലക്ഷനിൽ ഞാനൊരു സീറ്റ് ഒപ്പിച്ചെടുക്കും. നിനക്കൊരു സീറ്റ് ഒപ്പിക്കാൻ ഇതാ അവസ്ഥയെങ്കിൽ നീ ഒരു മന്ത്രിയാവുമ്പോഴേക്കും എന്റെ മയ്യത്തെടുത്തിട്ടുണ്ടാവും. എന്താടാ ഇത്? നിന്നെ അങ്ങനെ ഞാൻ വെറുതെ പള്ളിക്കാട്ടിലേക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം പണിത് അതിലൊരു പുഷ്പാർച്ചന നടത്തിയിട്ടേ നിന്നെ മയ്യത്തെടുക്കാൻ ഞാൻ സമ്മതിക്കും. മയ്യത്തിനെ പോലും വെറുതെ വിടരുതാ തെണ്ടി. ചിരിക്കടാ. ദേവരുന്ന് അടുത്ത മരണം. സുഖമല്ലേ മോനെ? കിടക്കണ കിടപ്പ് കണ്ടില്ലേ? പോലീസുകാർ ഒരുപാട് തല്ലിയോ മക്കളെ? കണ്ടോ 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 കണ്ടോ, കോപം വന്ന് തിളയ്ക്കുന്ന മുഖം കണ്ടോ? ഇതുപോലെ ചോര തിളയ്ക്കുന്ന യുവാക്കളിലാണ് നമ്മുടെ നാടിന്റെ പ്രതീക്ഷ. നാളത്തെ പത്രത്തിൽ തന്നെ വരണം. ലാത്തിയടിയേറ്റ് കിടക്കുന്ന യുവ നേതാവിനെയും അനുയായികളെയും രാഷ്ട്രീയ വൈര്യം മറന്ന് ആശ്വസിപ്പിക്കുന്ന മഹാമനസ്കനായ പഞ്ചായത്ത് സുകുമാരൻ നായർ അടിക്കുറിപ്പാടെ. മനസ്സിലായോ? കൂടെ പിള്ളയും വേണ്ട. പോട്ടേടാ പോളി മോനെ. പോണു പ്രസിഡന്റ്, അവിടെ നിക്കേ. കുറെ ചീള് പോലീസുകാരെ കൊണ്ട് എന്നെ എന്റെ പിള്ളേരെ തല്ലിച്ചതച്ചതിന്റെ പേരിലാ തന്റെ ഈ ഷോയെങ്കിൽ, എടോ നായരെ, തനിക്കുള്ള പണി പോളി വേറെ വിട്ടിട്ടുണ്ട്. നല്ല 8ന്റെ പണി മിൽക്ക് ഷേക്കില്. അമ്മാവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബക്കറെ പതറരുത്. അടി കിട്ടി ഒരു ഫീല് കൊടുക്കാതെ ഇറങ്ങിക്കോളൂ. വന്നല്ലോ നേതാവ്. അമ്മാവൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് 10-48 കൊല്ലായി. എപ്പോഴാ പോണേ? അല്ല, അത്താഴം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എന്ന് ചോദിച്ചത്. ഹായ് മദർ, സുഖം തന്നെയല്ലേ? ഇതെന്താടാ നിന്റെ നെറ്റിയിൽ? ഓ, അതൊരു മരക്കഷ്ണം കൊണ്ടതാ. അതെ അമ്മേ, ലാത്തി പോലുള്ള ഒരു മരക്കഷ്ണം കൊണ്ടതാ. അല്ലടാ? അപ്പൊ നിന്റെ കൈക്ക് എന്താ പറ്റിയ? അത് ഇവന്റെ തലയ്ക്ക് കൊണ്ട് അതേ മരക്കഷ്ണം വീണത് എന്റെ കയ്യിലേക്കല്ലേ. ഒന്ന് തല വീണു. ചേച്ചി ഒരാളെ പിന്നെ ചീത്തയാക്കണത് പോലീസുകാരെ തല്ലി മേടിച്ചോണ്ട് വന്നിരിക്കുക. നല്ല പുളിവാറിലെടുത്ത് കുണ്ടിക്ക് നല്ല വീക്ക് വേണ്ടത്. അയ്യേ, നിന്റെ മോൻ ന്യൂ ജനറേഷനാ? എന്താ? അല്ല, വൃത്തിയേട് പറയുന്നോണ്ട് ചോദിച്ചതാ. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച കവലയില് ആ ദേവസ്യ അവന്റെ അനിയനായിട്ട് അടിയും ബഹളവും? അത് പിന്നെ ഞങ്ങളുടെ പാർട്ടി പതാക കീറിക്കളയെന്ന് വെച്ചാ നോക്കി നിൽക്കാൻ പറ്റൂ? എന്നിട്ട് അവരുടെ കയ്യിൽ ശരിക്കും കിട്ടിയല്ലേ? അത് അവര് 2 ആൾക്കാരുണ്ടായിരുന്നേ, ഞാൻ ഇവന് ഒറ്റക്കായി പോയില്ലേ. ആദ്യം ഈ എത്തിക്കണ്ണി എടുത്ത് കാട്ടിക്കളാ, നല്ല നീ നേരെ ഉള്ളൂ. ഇറങ്ങട്ടെ ചേച്ചി. കൊടവരം കുള്ളാ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.